ബി.ജെ.പി. വലിയ പ്രതീക്ഷയോടെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ കേരളം ബി.ജെ.പിയെ സ്വീകരിക്കാൻ പോകുന്നില്ല. പാർട്ടി അമ്മയെപ്പോലെയാണ്. ഒരാളെ വളർത്തുന്നതിൽ വലിയ പങ്കാണ് വഹിക്കുന്നത്. വളർന്ന് എത്തേണ്ടടുത്ത് എത്തി, പിന്നെ തിരിഞ്ഞ് അമ്മയെ തള്ളിപ്പറയുന്ന നില, പാർട്ടിക്കെതിരായി മാറുന്ന നില, അതാണ് ഇവരിൽ ചിലരുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. നവകേരളം എന്നുള്ളൊരു സങ്കല്പനത്തിലുള്ള ഒരു 10 വർഷത്തിൽ ഏതെങ്കിലും തരത്തിലൊരു നിരാശ പടരുന്നൊന്ന് കേരളയിലാണ്. 5 ലക്ഷം വീടെന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ 4 ആളെ കണക്കൂട്ടിയാൽ 20 ലക്ഷം ആളാണ്. വീടെന്ന സ്വപ്നത്തോടെ മണ്ണടിഞ്ഞ ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിൽ. അവർക്കെല്ലാവർക്കും വീട് കൊടുക്കുക. കുറച്ച് കുട്ടികൾ, ഞാനിവിടെ ഓഫീസിലിരിക്കുമ്പോൾ ഇവിടെ വന്ന് ഈദാശംസ അങ്കിൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നത്. കുറേ കുട്ടികൾ. കേരളത്തിലെ ചില വർഗീയ സംഘടനകൾ ഏറ്റവും ശക്തമായ അവരുടെ യൂണിറ്റ് കേരളത്തിലാണ് എന്നിരിക്കുന്നതാണ്. തുടർച്ചയായി 10 വർഷം ഒരു വർഗീയ സംഘർഷവും വർഗീയ കലാപവും ഇല്ലാത്ത നാടായി നിൽക്കുക. കോവിഡ് മുന്നനുഭവം ഇല്ലാത്ത ഒന്നാണ് പ്രളയം. പക്ഷെ അത് ആദ്യ ദിവസം തന്നെ ഒരേ നിശ്ചയദാർഢ്യത്തോടെ തന്നെ നേരിടണമല്ലോ. അതിനൊന്നും എനിക്ക് ഉത്തരവില്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. വന്നപ്പോൾ നേരിട്ടു. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ദ ക്യൂ അഭിമുഖത്തിൽ. സ്വാഗതം. നമസ്തേ. നമ്മൾ പിണറായി ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ വൈകാരികപരമായിട്ടും വ്യക്തിപരമായിട്ട് ഏറ്റവും അടുപ്പമുള്ള ഇടങ്ങളിലൊന്നാണ്. അപ്പോൾ ഞാനൊരു ഫോട്ടോ കയ്യിൽ നിന്നുള്ളത് ഞാൻ യാദർശ്യമായിട്ടൊരു ഇൻ്റർവ്യൂവിൻ്റെ പശ്ചാത്തലമെടുത്താണ്. ഈ ഒരു ഫോട്ടോ കാണിച്ചിട്ട് തുടങ്ങാമെന്ന് തോന്നുന്നു. അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന പിണറായി വിജയൻ്റെയും ഏറ്റവും വൈകാരികത തോന്നുന്ന ചിത്രങ്ങളിലൊന്നാണ് രൈരു നായരുടെ നെഞ്ചിൽ ചാഞ്ഞു കിടന്ന് കഴുത്തിലൊരു ഹാരമുള്ളൊരു ചിത്രം. 59 വർഷം മുമ്പുള്ള AKG സുശീല ഗോപാലനുമായിട്ടുള്ളൊരു യാത്രയിൽ പിണറായിൽ വെച്ചിട്ടൊരു ചെറുപ്പക്കാരനെ, 30കളിലുള്ളൊരു ചെറുപ്പക്കാരനെ കണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗം അതിഗംഭീരമായിരുന്നു എന്നുള്ളൊരു സംസാരത്തിൻ്റെ തുടക്കത്തിൽ നിന്നാണ് കൂടുതൽ പേരിലേക്ക് ശ്രീ പിണറായി വിജയൻ എന്ന പേര് കേട്ടതെന്ന് അറിഞ്ഞിട്ടുണ്ട്. രൈരുവേട്ടൻ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. വലിയ തോതിൽ കാര്യങ്ങളെപ്പറ്റി അപഗ്രഥിക്കുന്ന ഒരു മുതിർന്ന നേതാവായിരുന്നു. നേതാവെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ നേതാവല്ല, എന്നാൽ എല്ലാവരുടെയും ഒരു കാരണസ്ഥാനത്ത് നിന്നുകൊണ്ട് നോക്കുന്ന ആളായിരുന്നു. ആദ്യഘട്ടത്തിൽ അദ്ദേഹം കോഴിക്കോടായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഇങ്ങോട്ട് താമസം മാറ്റിയതാണ്. ഇവിടെയാണ് സ്വന്തം നാടൊക്കെ. ഇവിടെ ഒരു പഴയ കുടുംബമുണ്ട്, രൈരു മാസ്റ്റർ എന്ന് പറയുന്നത്. ചാത്തോത്ത്. അതെ, അദ്ദേഹത്തിൻ്റെ മകനായിട്ടാണ് രൈരു നായർ അവർ ജനിച്ചത്. പക്ഷേ ദീർഘകാലം നാടിൻ്റെ ഒരു കാര്യങ്ങളിൽ വലിയ തൽപരനായിട്ട് നിന്നയാളും ഒരുപാട് വ്യക്തിബന്ധങ്ങൾ എല്ലാ തലങ്ങളിലും സൂക്ഷിച്ച ആളുകൾ. അദ്ദേഹവും ക്യാപ്റ്റൻ കൃഷ്ണൻ നായരുമായിട്ടുള്ള ബന്ധം, അതേപോലെ ജമിനി ശങ്കരാട്ടനുമായിട്ടുള്ള ബന്ധം, അതൊക്കെ വലിയ തോതിൽ നാടെല്ലാവരും അറിയുന്ന കാര്യങ്ങളാണ്. അതിലൂടെ ഇവരുമായിട്ടെല്ലാം വളരെ അടുത്ത ബന്ധം എനിക്കും സ്ഥാപിക്കാൻ കഴിഞ്ഞത്. എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ തുടക്കം മുതലേ അദ്ദേഹം ഒരു വലിയ വാത്സല്യത്തോടെ സമീപനമായിരുന്നു നോക്കിക്കാണാറുണ്ടായിരുന്നു. നല്ല വാത്സല്യം അദ്ദേഹം എല്ലാ ഘട്ടത്തിലും നൽകിയിരുന്നു. ഒരു കരുതലും എല്ലാ സമയത്തും ഉണ്ടായിരുന്നു. അത് ഈ പറഞ്ഞവരിലെല്ലാം കാണാൻ കഴിഞ്ഞിരുന്നു. എല്ലാവരും ഒരേപോലെ തന്നെ ഒരു പ്രത്യേക കരുതലോടെയാണ് സമീപിക്കുന്നതായി കണ്ടിട്ടുള്ളത്. എല്ലാം ഒരു പ്രത്യേക തരക്കാരാണ് ഇവരൊക്കെ. അവരവരുടെ മേഖലയിൽ അവർ വലിയ കേമന്മാരാണ്. പക്ഷേ മറ്റുള്ളവരെ, ഇപ്പോൾ ക്യാപ്റ്റൻ കൃഷ്ണൻ നായർ പിന്നെ പ്രായത്തിൽ വളരെ മുതിർന്നയാളാണ്. പക്ഷേ വിജയേട്ടൻ എന്നേ വിളിക്കും. അതെന്നെ മാത്രമല്ല, പലരെയും അദ്ദേഹം വേട്ടം അതേ വിളിക്കും. അങ്ങനെയൊരു സ്വഭാവക്കാരനാണ് അദ്ദേഹം. അങ്ങനെയൊക്കെയുള്ളൊരു വളരെ പ്രത്യേകതകൾ ഇവർക്ക് എല്ലാവർക്കും കാണാൻ കഴിയും. ശങ്കരാട്ടനാണ് അവരുടെ കൂട്ടത്തിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വിട പറഞ്ഞത്. ഈ CM ആയ സമയത്ത് ക്ലിഫ് ഹൗസിൽ ഇവരെല്ലാം വന്നൊരു ഫോട്ടോ ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ എല്ലാവരും കൂടി തിങ്ങി നിറഞ്ഞൊരു സീറ്റിൽ കയറി നിന്നിട്ട്. അങ്ങനെയാണ് അവർ വലിയ വലിയ കൂട്ടാളികളാണ്. അവർ കൂട്ടുകാരാണ്, വലിയ കളിതമാശക്കാരാണ്, നല്ല എന്നാൽ വലിയ തോതിൽ സൗഹൃദം കാണിക്കുന്നവരുമാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഏറ്റവും ചെറിയ പ്രചരണ കാലയളവുള്ള ഒരു ഇലക്ഷനിലാണല്ലോ ഇപ്പോൾ പോകുന്നത്. അപ്പോൾ CM പ്രചരണത്തിൻ്റെ
ഓരോ ഘട്ടങ്ങളിലും പോകുന്ന സമയത്ത് പല പ്രായത്തിലുള്ളവർ അടുത്തേക്ക് വരുന്നുണ്ടാകും. കുട്ടികളടക്കമുള്ള പല, ഇപ്പം നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു ഫോട്ടോയും വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം നേരത്തെ ഇപ്പം വിജയേട്ടാന്ന് വിളിച്ചവരുണ്ടാവും, അല്ലെങ്കിൽ വിജയാന്ന് വിളിക്കാൻ സ്വാതന്ത്ര്യമുള്ളവരെടുത്ത് വരുന്നുണ്ടാവും. അപ്പം നാട്ടിൽ അങ്ങനെ ഒരു പ്രചരണത്തിൽ ഇറങ്ങുമ്പോൾ ഈ 10 വർഷത്തെ ഒരു ഭരണകാലയളവിൻ്റെ തുടർച്ചയിൽ കൂടിയാണല്ലോ അവരുടെ മുന്നിലെത്തുന്നത്. എന്താണ് അവരുടെ മുഖത്ത് നിന്ന് അല്ലെ അവരെടുത്ത് നിൽക്കുമ്പോൾ അവരിൽ നിന്ന് കേൾക്കാനാവുന്നത്? വലിയ സന്തോഷമാണ് എല്ലാവരിലും കാണുന്നത്. ഒരു തരത്തിലുള്ള അപ്രീതിയും കാണാനില്ല. ഇപ്പോൾ സ്ഥാനാർത്ഥി എന്ന നിലക്ക് വലിയ പരിമിതി എനിക്കുണ്ടല്ലോ ഈ മണ്ഡലത്തിലാകെ സഞ്ചരിക്കാനൊക്കെ. പക്ഷേ അതൊക്കെയായിട്ട് നാടും ജനങ്ങളും എല്ലാം പൊരുത്തപ്പെട്ടൊരു മട്ടാണ്. അതൊരു ഏതെങ്കിലും തരത്തിലൊരു പരാതിയായിട്ട് ഉയരുന്നതേയില്ല. എന്നാൽ ചെല്ലുന്ന സമയത്തൊക്കെ നല്ല രീതിയിൽ സ്വീകരിക്കുന്ന നില കാണാനുണ്ട്. അതിൽ കുട്ടികളിലാണ് വലിയ ഔത്സുക്യം കാണുന്നത്. ചെറിയ ചെറിയ വളരെ ചെറിയ കുഞ്ഞുങ്ങൾ, ഇപ്പോൾ വളരെ ചെറിയ കുഞ്ഞുങ്ങളിലടക്കം വലിയ താല്പര്യം കാണുന്നുണ്ട്. അതൊക്കെ നമുക്കൊരു നല്ല വോട്ട് സന്തോഷം. ചെയ്യാൻ പ്രായത്താത്ത വോട്ടിനെ പറ്റി ആലോചിക്കാറുന്നവരായിട്ടില്ല, പക്ഷേ അവർ വലിയ സന്തോഷത്തോടെയാണ് വരുന്നതും കാണുന്നതും. ഇന്ന് തന്നെ ഒരു അനുഭവം ഉണ്ടായി. കുറച്ച് കുട്ടികൾ, ഞാനിവിടെ ഓഫീസിലിരിക്കുമ്പോൾ അവിടെ വന്ന് ഒരു പിന്നെ ഈദ് ആശംസാങ്കിൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നത് കുറേ കുട്ടികൾ. ഒരു ചെറിയ കുട്ടികൾ. അത് ഇവിടെ ഒരു പരിപാടി കഴിഞ്ഞ് ഞാൻ താഴെ ഇറക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുട്ടികളിൽ വലിയ താല്പര്യം കാണാനുണ്ട്. എല്ലാവരിലും താല്പര്യമുണ്ട്. അതാണ് കാണാൻ. ഇപ്പോൾ ഈ രണ്ടാം ഊഴത്തിൻ്റെ സമയത്ത് അതിദാരിദ്ര്യം ലഘൂകരിക്കുന്നു എന്നുള്ളൊരു പ്രഖ്യാപനത്തിനൊപ്പമാണ് ആദ്യത്തെ ഈ മന്ത്രിസഭ ഏറ്റെടുക്കുന്ന ഘട്ടമുണ്ടായത്. നമുക്കറിയാം, ലൈഫാണെങ്കിലും അതിദാരിദ്ര്യമാണെങ്കിലും. ഞാൻ ഇന്ന് നടൻ ശ്രീനിവാസൻ നടത്തിയ CMൻ്റെ പഴയ ഇൻ്റർവ്യൂ, അന്ന് പാർട്ടി അധികാരത്തിലില്ല, സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ഘട്ടത്തിലുള്ളൊരു ഇൻ്റർവ്യൂ കാണുമ്പോഴായിരുന്നു. അതിലേറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നാടിനെ ഒരു സർവ്വതോന്മുഖ വികസനത്തിലെത്തിക്കുക, നാടിൻ്റെ സമൃദ്ധി, അല്ലെങ്കിൽ ഓരോ രംഗത്തും വേണ്ട വികസനം, അതിനൊരു വേഗം വേണമെന്നുള്ളതാണ്. ഞാൻ വ്യക്തിപരമായിട്ട് 2 ഘട്ടത്തിൽ CM കേരളിനെ കുറിച്ച് പ്രസൻറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അവിടെ ഉദ്യോഗസ്ഥരൊക്കെ ഇരിക്കെ തന്നെ CM തന്നെയാണ് നേരിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത്. അതിൻ്റെ റോറോ സർവീസ് അടക്കം അതിൻ്റെ എല്ലാ ഘട്ടത്തിനെക്കുറിച്ച് ഒരു ഉദ്യോഗസ്ഥ തലത്തിലൊക്കെയുള്ള ഒരു പ്രസൻറ്റേഷൻ പോലെ CM വളരെ വേഗത്തിൽ നടത്തുന്ന ഒരു പ്രസൻറ്റേഷൻ കണ്ടിട്ടുണ്ട്. ഈ 10 വർഷത്തെ നവകേരളം എന്നുള്ളൊരു സങ്കല്പനത്തിലൊപ്പമുള്ളൊരു 10 വർഷത്തിൽ ഒരു കുറ്റിയിൽ തന്നെ കുറ്റിയേറ്റുപോയി, അങ്ങനെ ഒരു ഏതെങ്കിലും തരത്തിലൊരു നിരാശ പടരുന്ന ഒന്ന് കേരളയിലാണോ? കേരളിൻ്റെ കാര്യത്തിൽ ആ പദ്ധതി നടപ്പായില്ല എന്നുള്ള നിരാശയല്ല, എങ്ങനെ നമ്മുടെ നാടിൻ്റെ വികസനത്തെ മറ്റു ചിലർ കാണുന്നു എന്നുള്ളതാണ്. അതിൽ കുറച്ച് നിരാശ തോന്നേണ്ടത് തന്നെയാണ്. അത് വ്യക്തിപരമായ നിരാശയല്ല, നമ്മുടെ നാടിൻ്റെ പുരോഗതി ആഗ്രഹിക്കുന്നവർക്കെല്ലാം നിരാശ ഉണ്ടാകേണ്ട ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വേഗതയിൽ സഞ്ചരിക്കുക എന്നത് ഇന്നത്തെ കാലത്ത് ആവശ്യമാണ്. സമയവും എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, സമയം ലാഭിക്കാൻ വേണ്ടി. അതിന് നമ്മൾ ട്രെയിൻ യാത്രയിൽ ചിലവിടുന്ന സമയം വളരെ കൂടുതലാണ്. അത് പരിഹരിക്കാനുള്ള മാർഗം നല്ല സ്പീഡിലോടുന്ന റെയിലുണ്ടാവുക എന്നുള്ളതാണ്. അതിനുതകുന്നൊരു പദ്ധതിയാണ് അവതരിപ്പിച്ചത്. അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പ് അതുമായി ബന്ധപ്പെട്ടുണ്ടാകുമെന്ന് കാണുന്നേയില്ല. ഇന്ത്യ ഗവൺമെൻറ് പൂർണ്ണ സമ്മതത്തോടെ അതിന് അനുമതി തരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം അത്രക്ക് നാടിന് ആവശ്യമുള്ളൊരു പദ്ധതിയായിട്ടാണ് കാണുന്നത്. ആദ്യത്തെ ചർച്ചയിലൊക്കെ ആ ധാരണ തന്നെയായിരുന്നു. പക്ഷേ ഇത് അവതരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ആവശ്യകതയല്ല പരിശോധിച്ചത്. അവിടെയാണ് നാടിൻ്റെ ഒരു ദൗർഭാഗ്യകരമായ അവസ്ഥയുള്ളത്. ഈ കാലത്ത് വേണോ എന്ന് പറഞ്ഞാൽ LDF അധികാരത്തിലിരിക്കുന്ന ഘട്ടത്തിൽ ഈ പദ്ധതി വേണോ? ഇതാണ് രാഷ്ട്രീയമായി എതിരാളികൾ ചിന്തിച്ച കാര്യം. അപ്പോൾ അതൊഴിവാക്കുന്നതിന് വേണ്ടി അതിനെ എതിർക്കാനാണ് അവർ കണ്ടത്. ആ എതിർപ്പാണ് ഉയർത്തിക്കൊണ്ടുവന്നത്. അത് സ്വാഭാവികമാണ്. ചില പദ്ധതികളെ ചിലർ എതിർത്ത് നിന്ന് വരും. ഏറ്റവും നിർഭാഗ്യകരമായ അവസ്ഥ നിൽക്കുന്നത് ഇത്തരം പദ്ധതിക്ക് അനുമതി തരേണ്ട കേന്ദ്ര ഗവൺമെൻറ് ആ എതിർപ്പിൻ്റെ കൂടെ നിന്നു രാഷ്ട്രീയ നിലപാടിലേക്ക് മാറി. അതിൻ്റെ ഭാഗമായി അതിന് അനുമതി തരാത്ത നിലപാട് സ്വീകരിച്ചു. അതുകൊണ്ടാണ് നടപ്പാക്കാൻ കഴിയാതിരുന്നത്. ഇപ്പം നാട്ടിൽ എതിർപ്പുണ്ടായി എന്നൊക്കെ പറയുന്നത് ഏത് പദ്ധതിക്കും എതിർപ്പുണ്ടാവും. നമ്മൾ സംസ്ഥാന ഗവൺമെൻറ് പദ്ധതികൾ നടപ്പാക്കുമ്പോൾ നാട്ടുകാരെ വിശ്വാസത്തിലെടുക്കാതെയല്ല ചെയ്യുക.
ആദ്യം പദ്ധതിയുടെ അനുമതിയാണ് വാങ്ങേണ്ടത്. പദ്ധതിയുടെ അനുമതി വാങ്ങുന്നതിന് മുൻപ് നാട്ടുകാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പുറപ്പെടലല്ല. പദ്ധതിക്ക് അനുമതി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാരുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യും. ഇപ്പോൾ ദേശീയപാതയുടെ കാര്യത്തിൽ വലിയ എതിർപ്പുകളുണ്ടായിരുന്നല്ലോ. യഥാർത്ഥത്തിൽ ആ എതിർത്തവർ തന്നെ പിന്നീട് പരസ്യമായിട്ട് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന നിലയുണ്ടായി. വലിയ അനുകൂലമായിട്ടാണ് പ്രതികരിച്ചത്. എനിക്ക് കിട്ടിയ സംഖ്യ ഇത്രയാണ്, വലിയ തുകയാണ്, അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് സന്തോഷമാണ് ഉണ്ടായത്. ആ നിലയിലേക്ക് നാട്ടുകാരെത്തും. അവരോട് കാര്യങ്ങൾ പറയണം, എന്താണ് പുനരധിവാസ പാക്കേജ് എന്ന് പറയണം, എന്തൊക്കെ നടപടികളാണ് അതിൻ്റെ ഭാഗമായി സ്വീകരിക്കുക എന്ന് പറയണം. നഷ്ടം അവർക്കുണ്ടാകുമ്പോൾ ആ നഷ്ടം നാട്ടിന് വേണ്ടിയാണ്, എന്നാൽ നിങ്ങളത് സഹിച്ചോളൂ എന്ന നിലപാടല്ല സർക്കാർ എടുക്കുക. ആ നഷ്ടത്തിന് തുല്യമായ നഷ്ടപരിഹാരം നൽകും, മാത്രമല്ല കുറച്ച് കൂടുതലും നൽകും. ഇതാണല്ലോ നമ്മൾ സ്വീകരിക്കുന്ന നില. അപ്പോൾ അങ്ങനെയൊക്കെ പരിഹരിക്കാൻ കഴിയുന്നൊരു പ്രശ്നം യഥാർത്ഥത്തിൽ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നാടിൻ്റെ വികസനം തടയുന്നതിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് നിരാശയുണ്ടാക്കിയ കാര്യം. ആ സമീപനം മാറേണ്ടതായിരുന്നു. ഇത് ഈ കാര്യത്തിൽ മാത്രമല്ല, പല കാര്യങ്ങൾ ഇത് കാണാൻ നമുക്ക് കഴിയും. ഇപ്പോൾ കേരളത്തിന് അർഹതപ്പെട്ട കാര്യങ്ങൾ നിഷേധിക്കുമ്പോൾ നമ്മുടെ നാടിൻ്റെ ശബ്ദം ഒന്നിച്ചു വരുന്നില്ല. അത് കേരളത്തിന് മാത്രമുള്ളൊരു പ്രത്യേകതയാണ്. മറ്റെല്ലാ സംസ്ഥാനങ്ങളും നിങ്ങൾ പരിശോധിച്ച് നോക്കി, തമിഴ്നാടൊക്കെ അതിൽ നിന്ന് എല്ലാവരും ഒന്നിച്ചായിരിക്കും. അതിലവർക്ക് യാതൊരു വിയോജിപ്പുമില്ല. മറ്റ് വ്യത്യാസങ്ങളൊക്കെ വേറെ, പക്ഷേ നാടിൻ്റെ പ്രശ്നത്തിൽ അവർ ഒന്നിച്ചു നിൽക്കും. ഇവിടെ നിർഭാഗ്യകരമായ വശമാണ്, അത് കാണുന്നേയില്ല. അങ്ങ് വൈദ്യുതി മന്ത്രിയായിരുന്നത് വളരെ ചെറിയ കാലയളവിലാണ്. അന്ന് ബ്രഹ്മപുരം പദ്ധതിയിലാണെങ്കിലും കായംകുളം പദ്ധതിയിലാണെങ്കിലും ഈ തൊഴിലാളികളുടെ സമരം അടക്കുന്ന ഒരുപക്ഷെ ആ പദ്ധതിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടായിരുന്നു. അത് പെട്ടെന്ന് പരിഹരിച്ചുകൊണ്ടാണ് പദ്ധതി എളുപ്പത്തിൽ നടപ്പാക്കുന്നത്. ഒരു ഈ 10 വർഷത്തെ CM എന്നുള്ള പവറിലെത്തുന്ന സമയത്ത് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ആ ഒരു ചെറിയ കാലത്തെ അനുഭവം ഏതെങ്കിലും തരത്തിലൊരു ഉൾക്കരുത്തായിട്ടുണ്ടോ? കാരണം ഏറ്റവും ദീർഘകാലം പാർട്ടി സെക്രട്ടറി ആയിട്ടാണല്ലോ ഉണ്ടായിരുന്നത്. അതെ അതെ, അത് ചെറിയ കാലം ഉണ്ടായിട്ടുള്ള ഭരണതലത്തിലെങ്കിലും അത് നല്ല അനുഭവമായിരുന്നു. അന്ന് ഞാൻ ഓർക്കുന്നത് KSEB ഞാൻ അന്ന് പറയാറുള്ളൊരു വാചകമുണ്ട്. സാധാരണ നാട്ടുമ്പുറത്തെ ചായക്കച്ചവടക്കാരനുള്ള മാനേജ്മെൻറ്റ് വൈഭവം പോലും നിങ്ങൾക്കില്ല എന്ന് അവരോട് ഞാൻ പറയാറുണ്ടായിരുന്നു. അത് അന്നത്തെ കാലത്ത് പറയുന്നൊരു വാചകമാണ്. എന്നാൽ അവരെവിടെ എത്തി? നമ്മൾ പ്രഖ്യാപിക്കുന്ന പദ്ധതി ആ നിശ്ചിത ദിവസത്തിന് മുൻപ് തീർക്കുന്നിടത്തേക്ക് എത്തി. അത്രമാത്രം കാര്യക്ഷമതയിലേക്ക് അവർ വീഴും. അപ്പോൾ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു സംവിധാനം എങ്ങനെ കാര്യക്ഷമമാക്കാനാകുമെന്നതിൻ്റെ പ്രത്യക്ഷമായ ഉദാഹരണമാണ്. അവരങ്ങനെ നശിച്ചുപോയവരല്ല, നല്ല രീതിയിൽ അവരെ ഉപയോഗിക്കാൻ കഴിഞ്ഞു. നല്ല മികവോടെ കാര്യങ്ങൾ നടപ്പാക്കാനായി. നല്ലോണം പദ്ധതി ഇപ്പം അതില്ല. നല്ലോണം പദ്ധതി പൂർത്തിയാക്കി ഞാൻ ഓർക്കുന്നുണ്ട്. അത് തറക്കല്ലിടുമ്പോൾ ഇന്ന ദിവസം പൂർത്തിയാക്കുമെന്ന് പറഞ്ഞു. ഉദ്ഘാടനം നടത്തിയത് ആ ദിവസത്തിന് മുൻപ് പൂർത്തിയാക്കാനായി. അതൊക്കെയാണ് അവരുടെ ഒരു മികവിൻ്റെ ഒരു വല്ലാത്ത ഒരു അനുഭവം. അപ്പോൾ ആരും കഴിവുകെട്ടവരല്ല എന്നാണത് കാണിക്കുന്നത്. അവരെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയണം. നല്ല നിലക്ക് നമ്മൾ അവരുടെ കൂടെ നിൽക്കുന്നു എന്നൊരു തോന്നലുണ്ടാക്കണം. അങ്ങനെ വന്നാൽ കാര്യങ്ങൾ ഫലപ്രദമായി നിർവഹിക്കാനാകും. മറ്റുദ്ദേശങ്ങൾ നമുക്കില്ല എന്നും അവർക്ക് ബോധ്യമാകണം. അപ്പോൾ നല്ല അർപ്പണബോധത്തോടെ അതിൻ്റെ കൂടെ നിന്ന് പ്രവർത്തിക്കാൻ സന്നദ്ധമാകും. അതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും നല്ല അനുഭവം. നമ്മളിപ്പോൾ ഈ അതിദാരിദ്ര നിർമ്മാർജ്ജന പദ്ധതി കാര്യമാണ്, ലൈഫ് മിഷൻ ആണെങ്കിലും ഇപ്പോൾ ഇരുന്ന് ആലോചിക്കുമ്പോൾ ഇതിൻ്റെ ഒരു മുന്നാലോചന ഇത് എപ്പോൾ മുതൽ ആലോചിച്ച് തുടങ്ങിയതാണ്? ഇപ്പം നവകേരളം എന്നുള്ള വിഭാവനം ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം 2030 അടക്കമുള്ള വിഷൻ വെക്കുമ്പോഴും ഇതിൻ്റെ ഒരു ആദ്യ ആലോചന ശരിക്കും എന്തായിരുന്നു? ലൈഫ് മിഷൻ്റെ കാര്യത്തിൽ ഉണ്ടാകുന്നത് ഞാൻ മുഖ്യമന്ത്രിയായി വന്നതിന് ശേഷം സെക്രട്ടേറിയറ്റ് ഓഫീസിൽ സാധാരണ ആളുകളെ കാണുമായിരുന്നു. അപ്പോൾ വൈകുന്നേരങ്ങളിൽ ആളുകൾ വന്ന് നിവേദനങ്ങൾ തരും. ഒരുപാട് നിവേദനം വീടില്ലാത്തതിനെ പറ്റിയായിരുന്നു. അപ്പോൾ അത് തുടരെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഘട്ടത്തിൽ എന്നെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനുണ്ട്. അദ്ദേഹമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്ത് വലിയ തോതിൽ വരികയാണല്ലോ, എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക? ആ ചർച്ചയിലാണ് ഒരു ലൈഫ് മിഷൻ എന്ന ആശയം രൂപം കൊള്ളുന്നത്. അതിൻ്റെ ഒരു നോട്ട് തയ്യാറാക്കാൻ പറഞ്ഞു. അങ്ങനെ തയ്യാറാക്കി. ആ തയ്യാറാക്കിയ കാര്യങ്ങൾ ബന്ധപ്പെട്ടവരുമായെല്ലാം ചർച്ച ചെയ്തു. എല്ലാവർക്കും വലിയ സ്വീകാര്യത തോന്നി. 5 ലക്ഷം വീടെങ്കിലും നിർമ്മിക്കുക എന്നുള്ളതാണ് കണ്ടത്. വീടെന്ന സ്വപ്നത്തോടെ മണ്ണടിഞ്ഞ ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്.
അവർക്കെല്ലാവർക്കും വീട് കൊടുക്കുക. വീട് നിർമ്മാണത്തിൻ്റേതായ വിവിധ പദ്ധതികളുണ്ട്. ഇതെല്ലാം ഏകോപിപ്പിക്കുക. ചെറിയ പൈസയാണ് ആ വീട് നിർമ്മാണത്തിലേക്ക് അന്ന് കൊടുക്കുന്നത്. അതിന് പകരം 4 ലക്ഷം രൂപയുടെ വീട് നിർമ്മിക്കുക. നല്ല വീടാവുക. നല്ല രീതിയിൽ അത് സ്വീകരിക്കപ്പെട്ടു. അത് ഇപ്പോൾ 5 ലക്ഷവും പൂർത്തിയായി. വളരെ സുഖകരമായൊരു അനുഭവം നൽകുന്ന ഒരു കാര്യമാണത്. മനസ്സിന് നല്ല തൃപ്തി തോന്നുന്നൊരു കാര്യമാണ്. 5 ലക്ഷം വീടെന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ 4 ആളെ കണക്കൂട്ടിയാൽ 20 ലക്ഷം ആളാണ്. ഈ 20 ലക്ഷം ആൾ ആ വീട്ടിൽ കിടന്നുറങ്ങുന്ന ദിവസം മുതൽ പുതിയ ആളാണ്. അടച്ചുറപ്പുള്ള ഒരു ജീവിതം. പിന്നെ അവർക്ക് മറ്റു കാര്യങ്ങളിലേക്ക് നോക്കിയാൽ മതി. ആത്മാഭിമാനം വല്ലാതെ ഉയരുകയാണ്. സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങുന്ന ആ നിമിഷം തൊട്ടിട്ട് അവരൊരു പുതിയ മനുഷ്യരായിട്ട് മാറുകയാണ്. അതാണ് നമ്മുടെ നാട്ടിൽ നേടാൻ കഴിഞ്ഞത്. അതിദാരിദ്ര്യവും ഇതുപോലെ തന്നെയാണ്. അതിദാരിദ്ര്യത്തിൻ്റെ കണക്ക് വന്നപ്പോൾ 64,006 കുടുംബങ്ങളാണുള്ളത്. നമുക്ക് എന്തുകൊണ്ട് അതിദാരിദ്ര്യമുക്തമാക്കിക്കൂടാ കേരളത്തെ എന്നൊരാലോചനയിൽ തുടങ്ങിയതാണ്. ഗവൺമെൻറ്റിൻ്റെ ബാധ്യത ഇതൊക്കെയാണല്ലോ. നമ്മൾ സാധ്യമായത് മാത്രം ചെയ്യാനുള്ള എളുപ്പവഴി നോക്കലെല്ലാവരും. പെട്ടെന്ന് അസാധ്യമാണെന്ന് തോന്നിയാലും അതിലേക്ക് നീങ്ങണ്ടേ. ആ വഴിയിൽ ആലോചിച്ച് തുടങ്ങിയപ്പോഴാണ് അതിദാരിദ്ര്യമുക്തമാക്കാനുള്ള നടപടികളിലേക്ക് നീങ്ങിയത്. അതിനാദ്യം കുടുംബങ്ങളുടെ ക്ലേശഘടകങ്ങൾ കണക്കാക്കി. ആ ഓരോ കുടുംബത്തിൻ്റെയും ക്ലേശഘടകങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള നടപടികളിലേക്ക് കടന്നു. 64,006 കുടുംബം അതിദാരിദ്ര്യമുക്തമായതോടെ പ്രഖ്യാപിക്കുന്ന നിലയിൽ വന്നു. ഇതാണ് സംഭവിക്കുന്നത്. ഇത് ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. ഇപ്പോൾ ഇന്ന് നമ്മുടെ കേരളത്തിൽ നിക്ഷേപ സൗഹൃദ സംസ്ഥാനം എന്ന പേരുണ്ടല്ലോ. നമ്മുടെ കേരളം 2016 മുൻപ് രാജ്യത്ത് നിക്ഷേപ സൗഹൃദ കാര്യത്തിൽ എത്രാമത്തെ സ്ഥാനത്തായിരുന്നു എന്നറിയാലോ. വല്ലാതെ പുറകിലായിരുന്നു. 28 മറ്റായിരുന്നു നമ്മുടെ സ്ഥാനം. വലിയ പുറകിൽ. ആർക്കും ആലോചിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു കാര്യം. ഒരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുകയെന്ന് സാധാരണ ഇതിലാരും ആലോചിക്കില്ല. വ്യവസായം കൊണ്ടുവരാൻ ആലോചിക്കും. എന്നാൽ ഈ കാര്യം ആലോചിക്കാൻ അത്ര എളുപ്പമല്ല. അങ്ങനെയൊരു രീതിയിലേക്ക് കേരളം എത്തിയിട്ടില്ല. നമ്മൾ 2016 ഗവൺമെൻറ് വന്നതിന് ശേഷം എന്തുകൊണ്ട് നമുക്ക് നിക്ഷേപ സൗഹൃദമായിക്കൂടാ? അതിനെന്താണ് തടസ്സം? ആ ആലോചനകളിലേക്ക് കടന്നു. ആ ആലോചനകളിലേക്ക് കടക്കുമ്പോൾ നമ്മൾ മാത്രം ആലോചിച്ചാൽ പോരാലോ. അതിന് ബന്ധപ്പെട്ട് എല്ലാവരെയും വിളിച്ചു ചേർത്തു. അങ്ങനെ വിളിച്ചു ചേർത്തപ്പോൾ അതിൽ വ്യവസായികളുണ്ട്. അവരുമായിട്ട് ചർച്ച ചെയ്തു. അന്ന് കേരളത്തിൻ്റെ ഒരു പേര് വളരെ മോശമായ പേരാണ്. ഈ കേരളത്തിൽ ട്രേഡ് യൂണിയനുകളൊക്കെ നിക്ഷേപത്തിനെതിരാണ്, വ്യവസായത്തിനെതിരാണ്, വ്യവസായം വന്നാൽ കൊടികുത്തും എന്നൊക്കെയുള്ളൊരു വല്ലാത്ത പ്രചരണം നടക്കുന്ന സമയമാണ്. അപ്പോൾ രാജ്യത്തെ തന്നെ പ്രധാനികളുണ്ട്, നിക്ഷേപം നടത്തിയ ഒരുപാട് പ്രധാനികളുണ്ട്. അവരോട് ഡയറക്റ്റായിട്ട് ഞാൻ ചോദിച്ചു, കേരളത്തിൽ നിങ്ങൾ വ്യവസായം നടത്തുമ്പോൾ അനുഭവം എന്താണ്? ഇങ്ങനെയൊരു പ്രചരണമുണ്ട്, നിങ്ങളുടെ അനുഭവം എന്താണെന്ന് ചോദിച്ചു. എല്ലാവരും പറഞ്ഞ മറുപടി ഈ പ്രചരണത്തിന് നേരെ വിപരീതമാണ്. അവർ ഞങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവമില്ല, ഇത്ര കാലമായിട്ട് ഞങ്ങൾ കേരളത്തിലുണ്ട്, ഒരു ട്രേഡ് യൂണിയൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളെ സ്ഥാപനം ഒരു ദിവസം പോലും അടഞ്ഞു പോയിട്ടില്ല. ഇത് തീർത്തും തെറ്റായൊരു പ്രചരണമാണ്. നോക്കണം, നിങ്ങൾ തൊഴിലാളികളെ കുറ്റപ്പെടുത്താൻ വേണ്ടിയുള്ള വാസനയോടെ നടത്തുന്നൊരു പ്രചരണം നാടിനെതിരായിട്ടാണ് വരുന്നത്. നാടിൻ്റെ മൊത്തം നിലപാടിനെതിരായിട്ടാണ് വരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഈ നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കാനുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു. ആ ചർച്ചയിൽ അവർ കുറേ അഭിപ്രായങ്ങൾ പറഞ്ഞു. അതിൽ ഗവൺമെൻറ് പരിഹരിക്കേണ്ട കാര്യങ്ങളുണ്ടായിരുന്നു. ആ ഗവൺമെൻറ് പരിഹരിക്കേണ്ട നടപടികൾ ചിലത് നിയമങ്ങൾ ഭേദഗതി ചെയ്യണം. 7 നിയമം ഭേദഗതി ചെയ്തു. ചട്ടങ്ങൾ 10 ഭേദഗതി ചെയ്തു. പിന്നെ നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു. അത് ഈ വ്യവസായത്തിന് അനുകൂലമായിരുന്നില്ല. വ്യവസായത്തിൻ്റെ ഒരു പ്രത്യേകത വ്യവസായ വകുപ്പ് മാത്രം കൈകാര്യം ചെയ്യലല്ല, ഒരു നിരവധി വകുപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളിലേക്ക് കടക്കണം. ഇവരെയൊക്കെ മനസ്സതിന് അനുകൂലമാവണം. ഫയലുകൾ കെട്ടിക്കിടക്കുന്ന അതെ. എതിരാണ് മനോഭാവം. ആ എതിരായ മനോഭാവം മാറ്റിയെടുക്കണം. അതിനുള്ള പ്രവർത്തനത്തിലേക്ക് നീങ്ങി. നല്ല മാറ്റം ഉണ്ടായി. എല്ലാവരിലും മാറ്റം വന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു നിക്ഷേപം നടത്താൻ തയ്യാറായി വന്നാൽ പിന്നെ കാലതാമസം വല്ലാത്തൊരു ഘടകമാണ് ഈ അനുമതി കിട്ടാൻ, ലൈസൻസൊക്കെ കിട്ടാൻ. അപ്പോൾ അതിലൊരു തീരുമാനമെടുത്തു. നിക്ഷേപം നടത്താൻ തയ്യാറായി വരുന്നയാൾക്ക് കാര്യങ്ങൾ അയാൾക്ക് ബോധ്യം ഉണ്ടാവണം, എല്ലാം നേരെയാണ്. പക്ഷേ വ്യവസായം തുടങ്ങാം.
3 വർഷം കൊണ്ട് ബന്ധപ്പെട്ട അനുമതികളൊക്കെ വാങ്ങിയാൽ മതി. ഇത് നിയമമായി. അപ്പോഴേക്ക് 2021 5 വർഷം പൂർത്തിയായി. കേരളത്തിൻ്റെ ഒരു രീതി വെച്ചാൽ സാധാരണ നിലക്ക് അതേവരെയുള്ളൊരു പതിവ് മറ്റൊരു ഗവൺമെൻറ് മാറും. പിന്നെ ഒരു ഗവൺമെൻറ് വന്നാൽ ഇതൊക്കെ അവിടെ ഇടും, പിന്നെ പുറകോട്ട് പോകും. ഇതാണ് നമ്മുടെ നാടിൻ്റെ ഒരു അനുഭവം. പക്ഷേ 2021 ജനങ്ങൾ LDF തന്നെ തുടരട്ടെ എന്ന് തീരുമാനിച്ചു. എവിടെയാണോ അവസാനിപ്പിച്ച് അവിടും തുടങ്ങാൻ പറ്റി. അങ്ങനെ വന്നപ്പോൾ നമുക്ക് നല്ല മുന്നേറ്റം ഉണ്ടായി. നിക്ഷേപ സൗഹൃദ സംസ്ഥാനം എന്ന പേര് നമുക്ക് കിട്ടി, 1ാം സ്ഥാനം. മാത്രമല്ല 2ാമത്തെ വർഷവും അതേ സ്ഥാനം കിട്ടി. ഇപ്പോൾ കേരളം നല്ല രീതിയിൽ നിക്ഷേപ സൗഹൃദ നില കൈവരിച്ചു കഴിഞ്ഞു. കൊച്ചിയിൽ നമ്മൾ നടത്തിയ നിക്ഷേപ സംഗമത്തിൽ 2 ലക്ഷം കോടിയോളം രൂപയുടെ നിക്ഷേപ പത്രമാണ് വന്നത്. ദാവോസിലെ സമ്മേളനത്തിൽ കേരളം പോയിരുന്നു, വ്യവസായ മന്ത്രിയൊക്കെ പങ്കെടുത്തു. അതെ. അപ്പോൾ അതിനകത്ത് 1,80,000 കോടി രൂപയുടെ നിക്ഷേപമാണ് വന്നത്. അപ്പോൾ വലിയ മാറ്റം ഈ കാര്യങ്ങളിൽ വരുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. വലിയ മാറ്റം വന്നുകൊണ്ടിരിക്കുക. നമ്മുടെ കേരളം തന്നെ ഏറ്റവും വലിയൊരു നിക്ഷേപ സംസ്ഥാനം എന്ന നിലക്ക് കാണുന്ന വ്യവസായികൾ തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്ന് അത് തുടങ്ങിയില്ലെങ്കിൽ സാധിക്കുമായിരുന്നു. അസാധ്യമാണെന്ന് കരുതി വിട്ടില്ലെങ്കിൽ ഇത് സാധിക്കുമായിരുന്നു. ഇതാണ് നമ്മുടെ ഒരു അനുഭവത്തിൽ കാണാൻ കഴിയുന്നത്. അതായത് ഭരണ തുടർച്ച എന്നുള്ളൊരു വികസന തുടർച്ച അല്ലെങ്കിൽ നവകേരളം എന്നുള്ളത് അത് സമ്പൂർണ്ണമായി സാധ്യമാകുന്ന ഒരു സംഗതിയായിട്ടാണ് CM കാണുന്നതും. അതാണ് അതിൻ്റെ ഒരു വിഭാഗം. അത് ജനങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യമാണ്. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് കൊണ്ട് ആ വികസനം നടത്താൻ കഴിയുന്നത് LDFനാണ് എന്നൊരു ധാരണ ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണത്. LDF ഭരണം വേണമെന്ന് ജനങ്ങൾ ചിന്തിക്കുന്നത് അതിൻ്റെ തുടർച്ചയായിട്ടാണ്. ഇപ്പോൾ 2021 LDF ഭരണം വരാതിരിക്കാൻ വേണ്ടി ആകാവുന്ന കളിയെല്ലാം കളിച്ചു നോക്കിയില്ലേ? അന്നൊരു പൊതു പ്രതീതി തന്നെ വല്ലാത്തതായിരുന്നില്ലേ? പക്ഷേ ജനങ്ങളാണല്ലോ അന്തിമ വിധികർത്താക്കൾ. അവരുടെ അനുഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് വോട്ട് രേഖപ്പെടുത്തുന്നത്. അത് തന്നെയാണ് ഇത്തവണയും സംഭവിക്കുക എന്നാണ് ഞാൻ കാണുന്നത്. ഈ ഒരു 2ാം വരവിൻ്റെ ഒരു പ്രതാപപരിതമായ വരവിന് ശേഷമുള്ള ബൈ ഇലക്ഷൻ ആണെങ്കിലും ലേറ്റസ്റ്റ് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പാണെങ്കിൽ അതിലെല്ലാം ഉണ്ടായ LDFൻ്റെ തിരിച്ചടി ഉണ്ടല്ലോ, അത് ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്ന തലത്തിലാണ് എന്നുള്ള വ്യാഖ്യാനം വരുന്നുണ്ടല്ലോ. സ്വാഭാവികമായിട്ടും ഇവർ പ്രഖ്യാപിച്ചത് ഏതാണ്ടെല്ലാം ശരിയാക്കി, എന്നാൽ പോലും ഞങ്ങളൊരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു പൊതുബോധം രൂപപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു ആ പൊതുബോധമാണെന്ന് തോന്നുന്നില്ല. യഥാർത്ഥത്തിൽ ഉപതെരഞ്ഞെടുപ്പുകൾ എന്ന് പറയുന്നത് അതിൻ്റേതായ മണ്ഡലങ്ങളുടെ സ്വഭാവം നോക്കിയാൽ കേരളത്തിൽ കുറേ മണ്ഡലങ്ങൾ UDFന് നല്ല സ്വാധീനമുള്ള മണ്ഡലങ്ങളാണ്. അവിടെ UDF തന്നെ ഏത് സാഹചര്യത്തിലും ജയിച്ചു വരാവുന്ന അവസ്ഥയുണ്ട്. അത്തരം മണ്ഡലങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് പലതും വന്നത്. LDFൻ്റെ കയ്യിലുണ്ടായിരുന്നൊരു മണ്ഡലം നഷ്ടപ്പെടുന്ന അവസ്ഥയല്ല വന്നത്. എല്ലാ മണ്ഡലങ്ങളും സ്വാഭാവികമായി UDFൻ്റെതാണ്. അത് UDF നിലനിർത്തി എന്നുള്ളതാണ് ഇവിടെ കാണാൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പക്ഷേ മറിച്ചൊരു അനുഭവം. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെത് പ്രത്യേകതയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് അവിടെ വിലയിരുത്തുന്നത്. അതിൻ്റേതായ പ്രശ്നങ്ങൾ പലതും ഞങ്ങളും വിശദമായി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായുള്ള വിലയിരുത്തൽ വന്നപ്പോൾ ചിലയിടത്ത് ഞങ്ങൾക്ക് ചില പരിക്കുകളുണ്ടായിട്ടുണ്ട്. അത് മൊത്തത്തിലുള്ളതാണെന്ന് കാണണ്ട, അവിടുത്തെ ചില പ്രത്യേക പ്രശ്നങ്ങളെ ആസ്പദമാക്കി വന്ന നിലപാടുകളാണ്. അതിനെ ആ നിലക്കാണ് കാണേണ്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളിൽ ദേശീയ തലത്തിലുള്ള രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു നിലയാണ്. അതിലെല്ലാ കാലത്തും കേരളത്തിൽ തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ചു വരുമ്പോൾ ഒരേ സമയം ഒരേ ആൾ ഒരേ ബൂത്തിൽ പോയി വോട്ട് ചെയ്യുമ്പോൾ 2 തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ വലിയ വോട്ട് വ്യത്യാസം ഉണ്ടായിരുന്നു. അതായത് ദേശീയ തലത്തിലൊരു നിലപാട് കേരളത്തിൽ നേരത്തെ തന്നെ വ്യത്യാസപ്പെട്ട് സ്വീകരിക്കാറുണ്ട്. അത് കുറച്ച് കഠിനമായി ഈ അടുത്ത കാലത്ത് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് വന്നു ചേർന്നത്. അതിന് പല കാരണങ്ങളും ഒന്നിച്ച് കിടക്കുന്നുണ്ട്. അതൊന്നുമല്ല അസംബ്ലിയിൽ പ്രതിഫലിക്കാൻ പോകുന്നത്. അസംബ്ലിയിൽ ഈ നില തന്നെയാണ് സ്വാഭാവികമായിട്ട് വരാൻ പോകുന്നത്. ഈ നിക്ഷേപ സൗഹൃദ അന്തരീക്ഷമൊക്കെ നമ്മൾ സൃഷ്ടിക്കുമ്പോഴും കേരളത്തിന് പുറത്തേക്ക് ഇപ്പോൾ ഒരു കേരള സ്റ്റോറി പോലെ, അതായത് ഈ 10 വർഷ കാലയളവിൽ 2 കേരള സ്റ്റോറി വരികയാണ്. നമുക്കറിയാം കേരളത്തെ സംബന്ധിച്ചോളം ഒരു നിലയ്ക്കും ഉൾക്കൊള്ളാൻ പറ്റാത്ത തരത്തിലുള്ളൊരു വിദ്വേഷ വ്യാഖ്യാനമാണ് കേരള സ്റ്റോറി ഉണ്ടാകുന്നത്. ഈ സംഘപരിവാർ ഹാൻഡിലൊക്കെ അത് വലിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കേരളത്തിന് പുറത്തേക്ക് ഒരു നെറേറ്റീവ് രീതി ഉണ്ടാകുന്നു.
SIR പോലുള്ള കാര്യത്തിൽ ഒരു വലിയ പുറന്തള്ളലിന് അത്തരം ശ്രമിക്കുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ ഈ സവിശേഷ സാഹചര്യത്തെ ഏതെങ്കിലും തരത്തിൽ അട്ടിമറിക്കുക എന്നുള്ളൊരു സംഘപരിവാർ അജണ്ട കൂടി ഈ 10 വർഷം നേരിട്ടതായി തോന്നുന്നുണ്ടോ? അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ കേരളത്തെ വലിയ തോതിൽ തകർക്കുക എന്ന നിലപാടുകൾ വന്നത്. കേരളത്തിന് അർഹതപ്പെട്ട സഹായങ്ങൾ നിഷേധിക്കുന്ന നില വന്നല്ലോ. അപ്പോൾ ദുരന്തങ്ങൾ നമ്മൾക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു. ദുരന്തത്തിന് സഹായം തരണമല്ലോ, കേന്ദ്ര ഗവൺമെൻറ് തരേണ്ടതാണല്ലോ. കേന്ദ്ര ഗവൺമെൻറ് ആ സഹായം തരാൻ തയ്യാറായില്ലല്ലോ. ഇപ്പോൾ നൂറ്റാണ്ടിലെ മഹാപ്രളയമല്ലേ നമുക്ക് 2018 നേരിടേണ്ടി വന്നത്. ആ പ്രളയത്തിൽ കേരളം തകർന്നു പോകുന്നു എന്നാണല്ലോ പൊതുവായ പ്രതീതി. സഹായിച്ചില്ല. മറ്റ് രാജ്യങ്ങൾ നമ്മെ സഹായിക്കാൻ തയ്യാറായി. ഞങ്ങൾ സഹായം സ്വീകരിക്കില്ല എന്ന നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് എടുത്തത്. ഇവിടെ ഒരു വിധിവൈപരീത്യം എന്ന് പറയുക, നരേന്ദ്രമോദിയാണല്ലോ പ്രധാനമന്ത്രി. അദ്ദേഹം ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു. ആ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് ഗുജറാത്ത് വലിയൊരു ദുരന്തം നേരിട്ടു. അന്ന് രാജ്യം സഹായിച്ചു, രാജ്യത്തിന് പുറത്തുനിന്ന് സഹായം കിട്ടി. അതെല്ലാം സ്വീകരിച്ചുകൊണ്ട് ഗുജറാത്തിനെ പുതുക്കിപ്പണിയാൻ നേതൃത്വം കൊടുത്തയാളാണ് നരേന്ദ്രമോദി. അദ്ദേഹം പ്രധാനമന്ത്രിയായിരിക്കുമ്പോഴാണ് കേരളത്തിലെ ദുരന്തം വരുന്നത്. കേരളത്തിന് പുറത്തുനിന്ന് സഹായം സ്വീകരിക്കാൻ പറ്റില്ല എന്ന നിലപാട് അദ്ദേഹം എടുത്തു, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് എടുത്തു. അതോടൊപ്പം കേരളത്തിന് ആവശ്യമായ സഹായം നൽകാനും തയ്യാറായില്ല. ഇതല്ലേ നമ്മുടെ അനുഭവം. അപ്പോൾ നമ്മുടെ കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം, നികുതി വിഹിതം, നമ്മുടെ ജനസംഖ്യ രാജ്യത്തിൻ്റെ 2.5%. പക്ഷേ നമ്മുടെ നികുതി വിഹിതം 1.9. അപ്പോൾ ജനസംഖ്യാനുപാതികമായിട്ടുള്ള വിഹിതം നമുക്ക് ലഭിക്കുന്നില്ല. ഏതൊരു സംസ്ഥാനവും ആ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത് സർക്കാരിൻ്റെ കയ്യിലുള്ള പണം കൊണ്ട് മാത്രമല്ല, വായ്പ എടുക്കാറുണ്ട്. വായ്പ എടുക്കാൻ വലിയ നിബന്ധനകൾ വെക്കുകയാണ്. നമുക്കെടുക്കാൻ പറ്റുന്ന വായ്പ തന്നെ അനുവദിക്കുന്നില്ല, തടയാണ്. അതോടൊപ്പം തന്നെ നമ്മളെ സാമ്പത്തികമായി ഞെരുക്കുന്നതിന് കിഫ്ബി പോലുള്ള സ്ഥാപനങ്ങൾ എടുക്കുന്ന വായ്പ അത് സംസ്ഥാനത്തിൻ്റെ വായ്പയായി പരിഗണിക്കുകയാണ്. ഇങ്ങനെ സാമ്പത്തികമായി ഞെരുക്കാൻ നോക്കുക. ഇതിനെല്ലാം എതിരെ പല നിവേദനങ്ങൾ നടത്തി, ഫലമില്ല എന്ന് കണ്ടു. പ്രക്ഷോഭം നടത്തി, ഫലമില്ല. സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതി അത് ഗൗരവമാണെന്ന് കണ്ടു. അങ്ങനെ ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ കേരളത്തിന് നേരെ ഒരുതരം സാമ്പത്തിക ഉപരോധം കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തുനിന്ന് വരുന്നു. എല്ലാറ്റിനെയും ഞെരുക്കുക, ശ്വാസം മുട്ടിക്കുക, ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ടാക്കുക. ഇതാണ് കേന്ദ്രം സ്വീകരിക്കുന്ന നില. ഒരു പ്രത്യേക വിരോധം കേരളത്തോട് കാണിക്കുക. BJPയെ സ്വീകരിക്കാത്തൊരു നാട് എന്നത് വെച്ചുകൊണ്ട് നാടിനെയും ജനങ്ങളെയും സൃഷ്ടിക്കുന്ന നിലയാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. ഇതാണ് കാണാൻ നമുക്ക് കഴിയുന്നത്. നമ്മൾ ഈ തിരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ ടേമിൽ നിയമത്തെ അക്കൗണ്ട് പൂട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ക്ലെയിം തന്നെ ലെഫ്റ്റിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ അധികാരത്തിൽ BJP ആണ്. അത് ലെഫ്റ്റിൽ നിന്നാണ് പിടിച്ചെടുത്തേക്കുന്നത്. തൃശ്ശൂരിൽ BJP അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ NDA സംബന്ധിച്ചുള്ള ഇതൊരു ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന തെരഞ്ഞെടുപ്പായിട്ട് അത് മാറില്ലേ? അല്ലെങ്കിൽ അങ്ങനെ ഒരു ഈ പൂജ്യത്തിലേക്ക് പിന്തള്ളി എന്നുള്ളൊരു ആത്മവിശ്വാസത്തിൻ്റെ തുടർച്ച ഇത്തവണ ആവർത്തിക്കാൻ ഏതെങ്കിലും തരത്തിൽ LDFന് പറ്റുമോ? BJP വലിയ പ്രതീക്ഷയോടെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ കേരളം BJPയെ സ്വീകരിക്കാൻ പോകുന്നില്ല. കാരണം മതനിരപേക്ഷതയുടെ വിളനിലമാണ് കേരളം. മതനിരപേക്ഷതയ്ക്ക് അനുകൂലമല്ല BJP എന്ന് എല്ലാവർക്കും പൂർണ്ണ ബോധ്യമുള്ള കാര്യമാണ്. അതിൻ്റെ പ്രതിഫലനം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് കാണുന്നത്. കേരളത്തിൽ ഒരു സീറ്റ് പോലും BJPക്ക് നേടാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഉറപ്പായി ഞാൻ കരുതുന്നത്. ഒരു തരത്തിലും BJPക്ക് സീറ്റുകൾ ലഭിക്കാൻ ഉള്ള സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നുവെന്ന് കാണാൻ കഴിയില്ല. അപ്പം അങ്ങയുടെ ഈ പറയുന്ന 81 വയസ്സുകാലത്തിൽ ദീർഘകാലം അങ്ങനെ ഒരു മതേതരത്വ നിലപാടിൽ ഊന്നി കേരളത്തിലുടനീളം പ്രസംഗിച്ചും രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഒരാളെന്നുള്ളതിൽ നോക്കുമ്പോൾ ഈ 2 ടേമിലും വർഗീയ കലാപങ്ങളില്ലാത്ത സംസ്ഥാനമായിട്ട് കേരളത്തെ സുരക്ഷിതമാക്കിയിട്ടുണ്ട്. പക്ഷേ അതേസമയം തന്നെ ഒരു വർഗീയ
വിഭജിത ശ്രമങ്ങൾ അല്ലെങ്കിൽ ഒരു ധ്രുവീകരണ സ്വഭാവത്തിലേക്ക് കൂടുതൽ പോകുന്നൊരു സാഹചര്യം അനുഭവപ്പെടുന്നില്ലേ സമീപകാലത്ത്? കേരളത്തിൽ ചില വർഗീയ സംഘടനകൾ ഏറ്റവും ശക്തമായ അവരുടെ യൂണിറ്റ് കേരളത്തിലാണ് എന്ന് ധരിക്കുന്നതല്ല, അതാണ് വസ്തുത. ആ തരത്തിലുള്ള ചില വർഗീയ സംഘടനകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ നേരത്തെ കലാപങ്ങളുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ജീവനുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. മാരകമായി പരിക്കേറ്റ ഒരുപാട് ആളുകളുണ്ടായിട്ടുണ്ട്. ഒരുപാട് വസ്തുവകകൾ, വീടുകൾ, സ്ഥാപനങ്ങൾ, ആരാധനാലയങ്ങൾ തകർക്കപ്പെടുകയും കൊള്ളയടിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ നടന്ന നാടാണ് കേരളം. പക്ഷേ ആ കേരളം തുടർച്ചയായി 10 വർഷം ഒരു വർഗീയ സംഘർഷവും വർഗീയ കലാപവും ഇല്ലാത്ത നാടായി നിൽക്കുകയാണ്. അതിന് ഇടയാക്കിയിട്ടുള്ളത് നമ്മുടെ സംസ്ഥാനത്ത് വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുന്നത് തന്നെയാണ്. ഒരു വർഗീയതയുമായും ചാരി നിൽക്കുന്ന സമീപനം ഗവൺമെൻറ്റില്ല. എല്ലാ വർഗീയതയെയും കർക്കശമായി നേരിടുകയാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരിടത്ത് വർഗീയ സംഘർഷത്തിൻ്റെ ലാഞ്ചനയുണ്ടായാൽ അവിടെ കർക്കശമായി ഇടപെടുന്ന നിലയാണ് സ്വീകരിക്കുന്നത്. അതിലൂടെയാണ് നമുക്ക് വർഗീയ സംഘർഷമില്ലാത്തൊരു നാടായി കേരളത്തെ നിലനിർത്താൻ കഴിയുന്നത്. നമ്മുടെ സമൂഹത്തിൻ്റെ പ്രത്യേകതയും അതോടൊപ്പമുണ്ട്. എപ്പോൾ നിങ്ങൾ ഒരു വർഗീയ ശക്തിയെ പ്രോത്സാഹിപ്പിക്കുകയോ സംരക്ഷിക്കുകയോ ചെയ്യുന്നോ അവിടെ വർഗീയതയ്ക്ക് കൂടുതൽ ശക്തി കിട്ടും. ആ ശക്തി കേരളത്തിൽ ഇപ്പോൾ കിട്ടുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരവസ്ഥ കേരളത്തിലുണ്ടായിട്ടുള്ളത്. ജനങ്ങൾ പൊതുവിൽ ഈ നിലയിൽ തൃപ്തരാണ്. നമ്മുടെ നാടിൻ്റെ പ്രത്യേകതയായി ഇവിടെ മാത്രമല്ല, ഇവിടുന്ന് പുറത്തുള്ളവരും അത് കാണുകയാണ്. ഇപ്പോൾ അടുത്ത കാലത്തുണ്ടായ ഒരു അനുഭവം ഞാൻ പല വേദികളിൽ പറഞ്ഞതാണ്. ഒരു വ്യവസായ ഗ്രൂപ്പ് വന്ന അനുഭവം. ഒരു വ്യവസായ മന്ത്രി ഒരു വ്യവസായ ഗ്രൂപ്പിനെയും കൂട്ടി എൻ്റെ അടുത്ത് വന്നു. അവർ പരിചയപ്പെടാൻ വന്നതാണ്. അപ്പോൾ അവരുടെ ഓഫർ ഒരു പദ്ധതി കേരളത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. തുക കേട്ടപ്പോൾ ഒന്ന് അമ്പരന്നു. 3,60,000 കോടി രൂപ അവർ നിക്ഷേപിക്കാൻ തയ്യാറാണ്. ഞാൻ അവരോട് ചോദിച്ചു, എന്താ നിങ്ങൾ കേരളം തിരഞ്ഞെടുക്കാൻ കാരണം? കേരളീയരല്ല. അപ്പോൾ അവർ പറഞ്ഞ ഉത്തരം, കമ്മ്യൂണൽ പ്രശ്നങ്ങളില്ലാത്തൊരു നാടാണ് കേരളം, ഞങ്ങളിവിടെ സുരക്ഷിതരായിരിക്കും, അതുതന്നെയാണ് ഞങ്ങൾ തിരഞ്ഞെടുക്കാൻ കാരണം. അപ്പോൾ കേരളത്തിൻ്റെ ഒരു അവസ്ഥ അങ്ങനെ മാറിയിട്ടുണ്ട്. നിക്ഷേപത്തിന് പറ്റിയൊരു നാട് എന്ന നില കൈവരിക്കാനായിട്ടുണ്ട്. അതിൽ ഈ ക്രമസമാധാന നില, വർഗീയ സംഘർഷങ്ങളില്ലാത്ത നില, നമ്മുടെ പശ്ചാത്തല സൗകര്യ വർധനവ് നല്ലതുപോലെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നില എല്ലാം ഘടകമായിട്ട് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. നമ്മൾ ദേശീയ തലത്തിൽ നമുക്ക് അഭിമാനാർഹമായ ഈ നേട്ടങ്ങളെല്ലാം പറയുമ്പോൾ തന്നെ ഒരു പ്രധാന വാദമായിട്ട് പറയുന്നത് കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഉദ്യോഗാർത്ഥികളും വിദ്യാർത്ഥികളായിട്ടും വലിയൊരു ഒഴുക്ക് പുറത്തേക്ക് പോകുന്നത് വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ഇതിൽ. അപ്പോൾ കേരളത്തിൽ ഈ പറഞ്ഞ പ്രായമേറിയ മാതാപിതാക്കൾ മാത്രം തനിച്ചാവുന്നു, ആളില്ലാത്ത വീടുകളുണ്ടാവുന്നു. അപ്പോൾ ഈ പറഞ്ഞ ഇപ്പോൾ നമ്മളിപ്പോൾ നോളജ് എക്കണോമിയുടെയൊക്കെ അഭിമാനാർഹമായിട്ട് അവതരിപ്പിക്കുമ്പോഴും ആളുകൾ പുറത്തേക്ക് പോവുകയാണ്, റിവേഴ്സ് മൈഗ്രേഷൻ അല്ല ഉണ്ടാവുന്നതെന്നുള്ളൊരു വാദം നിലനിൽക്കുന്നുണ്ടല്ലോ. അതിനെ CM എങ്ങനെ കാണും? കാരണം ഒരു യുവാക്കളുടെ അത് ശരിയാണ്, കുറേ പേരങ്ങനെ പോകുന്നുണ്ടെന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ നമ്മൾ കാണേണ്ടത് കേരളമാണ് മുന്നിലെന്ന് തെറ്റിദ്ധരിക്കരുത്. ഈ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ സൗകര്യമുള്ള ഡൽഹി എടുത്താലും പഞ്ചാബ് എടുത്താലും പിന്നെ മഹാരാഷ്ട്ര എടുത്താലും അവരൊക്കെയാണ് മുന്നിൽ. അങ്ങനെയുള്ള കുറേ സംസ്ഥാനങ്ങളുടെ പുറകിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്നാൽ നമ്മുടെ നാട്ടിൽ നിന്നും ആളുകൾ പോകുന്നുണ്ടെന്നുള്ളത് വസ്തുതയാണ്. ഇതിൽ നാം കാണേണ്ടത് നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് ഇതിനെ നേരിടുക. അതിന് സംസ്ഥാന ഗവൺമെൻറ് കാണുന്നൊരു വഴി നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ശാക്തീകരണമാണ്. അത് നല്ല രീതിയിൽ ശാക്തീകരിക്കാനുള്ള നടപടികളാണ് സ്വീകരിച്ചു പോകുന്നത്. ഇപ്പോൾ 6,000 കോടിയിൽ പരം രൂപ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഈ ഘട്ടത്തിൽ ചെലവഴിച്ചിട്ടുണ്ട്. അതിൻ്റേതായ മാറ്റങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കാണാനുണ്ട്. നേരത്തെ 2016 മുൻപ്, അല്ലെ 2016 ഞങ്ങൾ അധികാരത്തിൽ വന്നതിന് ശേഷം യൂണിവേഴ്സിറ്റികളുമായി ഒരു ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയിൽ ചോദിച്ചൊരു ചോദ്യം, ദേശീയ തലത്തിൽ 100 സ്ഥാപനങ്ങളെടുത്താൽ അതിനകത്ത് എത്ര നമ്മുടെ സ്ഥാപനങ്ങളുണ്ട് എന്നായിരുന്നു. ഉത്തരവുണ്ടായിരുന്നില്ല. കാരണം ഒന്നുമില്ല.
അതവിടെ ഉപേക്ഷിച്ചില്ല. അപ്പോൾ നമുക്കെങ്ങനെ പുരോഗതി നേടാം? ആ ശ്രമം ആരംഭിച്ചു. അന്ന് നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുത്തിരുന്നത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിനാണ്. കാരണം പൊതുവിദ്യാഭ്യാസം അങ്ങ് തകർന്നു പോകുന്ന ഘട്ടമായിരുന്നു. പക്ഷേ ചെറിയ ഊന്നൽ ഉന്നത വിദ്യാഭ്യാസ മേഖലക്കും കൊടുത്തു. 2021 തുടർഭരണം കിട്ടിയപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖല ഒരു ഹബ്ബാക്കി കേരളത്തെ മാറ്റും എന്ന പ്രഖ്യാപനത്തോടെയാണ് ഗവൺമെൻറ് തുടങ്ങിയത്. അതിൻ്റെ ഭാഗമായി നേരത്തെ പറഞ്ഞ പോലെ 6000 കോടിയിൽ പരം രൂപ നിക്ഷേപിക്കുന്ന നിലവിൽ നല്ല മാറ്റങ്ങൾ പൊതുവേ ഉണ്ടായി. പശ്ചാത്തല സൗകര്യ വികസനം, ആവശ്യമായത്ര ലൈബ്രറികൾ, ലാബ് സൗകര്യം, ഹോസ്റ്റലുകൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഹോസ്റ്റലുകൾ ചിലയിടങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരു ഭാഗത്ത്. അതോടൊപ്പം ആധുനിക കോഴ്സുകൾ, അതിതിൻ്റെ വേറൊരു ഭാഗം. പിന്നെ 4 വർഷ ഡിഗ്രി കോഴ്സ്. ഇതോടൊപ്പം ഗവേഷണത്തിന് വലിയ പ്രാമുഖ്യം. ഗവേഷണം നടത്താൻ ആളുകളെ പ്രേരിപ്പിക്കുന്നൊരവസ്ഥ. വലിയ തോതിൽ കേരളത്തിലെ മികവിൻ്റെ കേന്ദ്രങ്ങൾ, 13 മികവിൻ്റെ കേന്ദ്രങ്ങളാണ്, സെൻറ്റർ ഓഫ് എക്സലൻസുകളാണ് നമ്മൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. യൂണിവേഴ്സിറ്റികൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഇടപെടലുകൾ. ഇതൊക്കെ വന്നാൽ കേരളത്തിലെ വിദ്യാർത്ഥികൾ ലോകത്തെവിടെയുമുള്ള യുവതയുമായി മത്സരിക്കാൻ ശേഷി നേടിയവരാകും. അതോടൊപ്പം അവരുടെ നൈപുണ്യം വർദ്ധിപ്പിക്കാനുള്ള മറ്റ് നടപടികളും സ്വീകരിക്കുക. അപ്പോൾ നല്ല വിദ്യാഭ്യാസ യോഗ്യതയും നല്ല നൈപുണ്യവും സമ്പാദിച്ചവരായി നമ്മുടെ യുവത മാറുന്ന നില വരും. പിന്നെ അതോടൊപ്പം വേണ്ടത് ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയും നൈപുണ്യവും സമ്പാദിച്ചവർക്ക് അതിന് പറ്റിയ ജോലി ഇവിടെ ഉണ്ടാവുക എന്നുള്ളതാണ്. അങ്ങനെ ജോലികൾ വേണമെങ്കിൽ അതിന് അനുസൃതമായ സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ടാവണം. ആ സ്ഥാപനങ്ങൾ നല്ല രീതിയിൽ വരുമെന്ന അന്തരീക്ഷമാണ് ഇപ്പോൾ ഉള്ളത്. അതിൻ്റെ ഭാഗമായി കേരളത്തിൽ വൻതോതിൽ നമുക്ക് ഇത്തരം സ്ഥാപനങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അവിടെ കാണേണ്ടത് റെഡ് കാറ്റഗറിയിലുള്ള സ്ഥാപനങ്ങൾക്ക് മാത്രമേ കേരളത്തിൽ വരാൻ പറ്റാത്ത അവസ്ഥയുള്ളൂ. മറ്റെല്ലാ സ്ഥാപനങ്ങളും നല്ലതുപോലെ വരികയാണ്. വലിയ ആഗോള തരത്തിൽ ഉള്ള കമ്പനികൾ നമ്മുടെ കേരളത്തിലേക്ക് വരാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ യുവതയുടെ പ്രതീക്ഷക്കനുസരിച്ചുള്ള ഒരു നാടായി കേരളത്തെ മാറ്റാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാലും ചിലർ നാട്ടിൽ നിന്ന് പുറത്തു പോകുമെന്നുള്ളത് നമ്മൾ കാണണം. പക്ഷേ മഹാഭൂരിഭാഗം ആളെയും ഇവിടെ തന്നെ നിലനിർത്താൻ പറ്റുന്ന അവസ്ഥ നമുക്ക് സൃഷ്ടിക്കാനാകും. ഇതൊക്കെ അതിനുപകരിക്കുമെന്നാണ് ഞങ്ങൾ കാണുന്നത്. കോവിഡിൻ്റെ സമയത്താണ്, പ്രളയത്തിൻ്റെ സമയത്താണ് CM ക്രൈസിസ് മാനേജർ എന്നുള്ള രീതിയിൽ കൂടി പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നൊരു ഒരു നിശ്ചയദാർഢ്യത്തോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു സംഗതികളാണല്ലോ ഇത്. CM എങ്ങനെയാണ് ഈ പറയുന്ന ഒരു ബഹുതല കാര്യങ്ങളിലേക്കാണല്ലോ ഇത് വേണ്ടത്. നമ്മളൊരു കുറച്ചുകൂടി യൂത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിൽ കൊണ്ടാണ് CM എങ്ങനെയാണിത് ഓരോ കാര്യങ്ങളെ അവധാനതയോടെ കാണുന്നതും ഇടപെടുന്നതും. ഒരു ദിവസം എങ്ങനെയായിരിക്കും? അല്ല, അതിപ്പോൾ ഓരോ പ്രശ്നങ്ങളല്ലേ വരിക. ആ പ്രശ്നങ്ങളുടെ ഭാഗമായി കാര്യങ്ങൾ നല്ലൊരു പൊതു സമീപനമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൽ ഞാൻ ചോദിക്കാൻ വെച്ചാൽ ഒരു മുന്നനുഭവം ഇല്ലാത്ത ഒന്നാണല്ലോ കോവിഡ്, മുന്നനുഭവം ഇല്ലാത്ത ഒന്നാണ് പ്രളയം. പക്ഷെ അത് ആദ്യ ദിവസം തന്നെ ഒരേ നിശ്ചയദാർഢ്യത്തോടെ തന്നെ നേരിടണമല്ലോ. അതിനൊന്നും എനിക്ക് ഉത്തരവില്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. വന്നപ്പോൾ നേരിട്ടു. ഒരു മുൻകൂട്ടി തീരുമാനിച്ച് ചെയ്യുന്ന കാര്യമല്ലല്ലോ. കാരണം നിങ്ങൾ കാണേണ്ടത്, നമ്മൾക്ക് ഇങ്ങനെയൊരു ഘട്ടം വരുമ്പോൾ നമ്മൾ നിർവഹിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ആ ശ്രമമാണ് എൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അത് എങ്ങനെ ഫലിച്ചു എന്നുള്ളത് പൊതുവിൽ വിലയിരുത്തപ്പെടേണ്ട കാര്യമാണ്. മറ്റേതെങ്കിലും ഒരു ആലോചനയുടെ ഭാഗമായിട്ടല്ല. പക്ഷേ ആ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട ബാധ്യതയുണ്ട് എന്ന തോന്നലിൻ്റെ ഫലമായിട്ടുള്ള ഇടപെടലാണ് ഉണ്ടായത്. ഈ യുവതയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശ്രീനിവാസനായിട്ടുള്ള അഭിമുഖത്തിൽ തന്നെ IT മേഖലയുടെ വലിയ സാധ്യതയെക്കുറിച്ച് അന്ന് CM പറയുന്നുണ്ടായിരുന്നു. നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്ത IT CM ഹാൻഡിൽ ചെയ്യുന്നൊരു വകുപ്പ് കൂടിയാണ്. IT-യുമായി ബന്ധപ്പെട്ട് കേരളത്തിന് മുന്നിൽ യുവാക്കൾക്ക്, കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ നമുക്കറിയാം ഗ്ലോബലി ഇപ്പോൾ വാറാണെങ്കിലും അമേരിക്കയിലെ സിറ്റുവേഷനിൽ പലതരം ക്രൈസിസ് നേരിടുന്ന ഈ തൊഴിൽപരമായിട്ടുള്ള വലിയ പ്രതിസന്ധി നേരിടുന്നൊരു ഘട്ടം കൂടിയാണ്. നമ്മുടെ ആളുകൾ തന്നെ പല തോതിൽ പല മേഖലകളിൽ ജോലി ചെയ്യുന്നൊരു സ്ഥലമാണ്. കേരളത്തിന് ഏത് തരത്തിലാണ് ഇൻഫ്രാസ്ട്രക്ചർ തലത്തിലും
ഫ്യൂച്ചറിലും അവിടെ മാറ്റം ഉണ്ടാക്കാൻ പറ്റുക? ഒരു ഭരണ തുടർച്ച ലഭിക്കുകയാണെങ്കിൽ എന്താണ് ഐ ചെയ്യാൻ ടി പറ്റുന്നത്? മേഖലയിൽ വലിയ വികാസം ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. നമ്മുടെ കയറ്റുമതി 1,00,000 കോടിയുടെ അടുക്കുകയാണ്, 1,00,000 കോടി രൂപയുടെ അടുത്തെടുക്കുകയാണ്. ആ തരത്തിലുള്ള വികാസം പ്രാപിച്ചിട്ടുണ്ട്. നമ്മുടെ ഐ ടി സ്പേസ് നല്ലതുപോലെ വർദ്ധിപ്പിക്കാനായിട്ടുണ്ട്. ഇവിടെയുള്ള ടെക്നോ പാർക്കും ഇൻഫോ പാർക്കും സൈബർ പാർക്കും നല്ല രീതിയിൽ കാര്യങ്ങൾ നിർവഹിച്ചു പോവുകയാണ്. പുതിയ വികസന രീതികൾ വരികയാണ്. അതോടൊപ്പം തന്നെ മറ്റു പുതിയ പാർക്കുകൾ ധാരാളം വരാനാണ് പോകുന്നത്. ഇപ്പോൾ 2 പാർക്കുകൾ കണ്ണൂരിലും കൊല്ലത്തുമായിട്ട് വരാൻ പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ വലിയ കമ്പനികൾ ഇങ്ങോട്ട് വരാൻ താല്പര്യം കാണിക്കുന്നുണ്ട്. ഭൂരാഷ്ട്ര കമ്പനികളടക്കം വരാൻ താല്പര്യം കാണിക്കുന്നുണ്ട്. നല്ല വികാസം ഉണ്ടാകുമെന്ന് തന്നെയാണ് കാണുന്നത്. അതിൽ ഏറ്റവും പ്രത്യേകതയുള്ളത് നമ്മുടെ സ്റ്റാർട്ടപ്പ് രംഗത്താണ്. സ്റ്റാർട്ടപ്പ് രംഗത്ത് ഏഷ്യയിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന നില കേരളത്തിന് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. വലിയ വികാസമാണ് സ്റ്റാർട്ടപ്പ് മേഖലയിൽ ഉണ്ടായിട്ടുള്ളത്. വൻപിച്ച വർധനവ് സ്റ്റാർട്ടപ്പ് രംഗത്തുണ്ടായി എന്നുള്ളതാണ് നമ്മുടെ അനുഭവം. കുറച്ച് വർഷം കൊണ്ട് വല്ലാത്ത വികാസം നമ്മുടെ സ്റ്റാർട്ടപ്പ് മേഖലയ്ക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. അതിനിയും മുന്നോട്ട് പോകുമെന്നുള്ളതാണ് നില. അപ്പോൾ ഐ ടി മേഖലയുടെ സാധ്യത അനന്തമാണ്. ആ നിലക്ക് തന്നെ ഉപയോഗിക്കാമെന്നതാണ് ഗവൺമെൻറ് കാണുന്നത്. ഈ ഭരണ തുടർച്ച സാധ്യമാവുകയാണെങ്കിൽ അങ്ങനെ ഒരു മേജർ മിഷൻ, ഇപ്പം ലൈഫ് ഉണ്ടായിരുന്നു, 2ാം ഘട്ടം അതിദാരിദ്ര്യം, അങ്ങനെ വിഷൻ 2030 പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ പോലും ഒരു പ്രഖ്യാപനം എന്നുള്ള നിലയ്ക്ക് പ്രധാന ആലോചനയായിട്ട് ഇനി മുന്നിലുള്ളത് എന്താണ്? അല്ല, അതിൻ്റെ ഭാഗമായിട്ടാണ് വിഷൻ 2031 നമ്മൾ എടുത്തത്. 75ാം വർഷത്തിൽ കേരളം എവിടെ എത്തണം, അതുമായി ബന്ധപ്പെട്ട് ഓരോ മേഖലയിലുമുള്ള കാര്യങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ നടപ്പാക്കുക എന്നുള്ളത് തന്നെയാണ് സ്വാഭാവികമായിട്ട് ഉണ്ടാവുക. ഈ ഓരോ രംഗവും കൂടുതൽ മെച്ചപ്പെട്ട നിലയിലേക്ക് മാറ്റുക. ഇപ്പോൾ അതിദാരിദ്ര്യമുക്തമായി അതിൻ്റെ തുടർച്ചയായിട്ട് ചെയ്യേണ്ട നടപടികൾ എന്താണ്? നമ്മുടെ ലൈഫ് മിഷൻ്റെ ഭാഗമായി 5 ലക്ഷത്തിൽ പരം വീടുകൾ കൊടുക്കാനായി. തുടർച്ചയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയുള്ള ഓരോ കാര്യവും നമുക്ക് പരിശോധിക്കാവുന്നതാണ്. വിദ്യാഭ്യാസ രംഗത്താണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ളത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഉന്നത വിദ്യാഭ്യാസ മേഖല വലിയ തോതിൽ വർദ്ധിക്കേണ്ടതായിട്ടുണ്ട്, ശക്തിപ്പെടേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി കേരളം തന്നെ വലിയ മാറ്റത്തിന് വിധേയമാണ്. ആ തരത്തിലൊരു പുതിയ കേരളം അത് സൃഷ്ടിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നവകേരളം എന്നത് ഇന്നൊരു സങ്കല്പമല്ല, യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്ന കാര്യമാണ്. ഒരു പരിധിയോളം നമുക്ക് ഉയർന്നു വരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയൊരു ഘട്ടവും കൂടി നല്ല നിലക്ക് ഉപയോഗിച്ചാൽ നമ്മുടെ നാടിൻ്റെ ജീവിത നിലവാര തോത് വികസിത രാഷ്ട്രങ്ങളിലെ മധ്യവരുമാന രാഷ്ട്രങ്ങളുടെ ജീവിത നിലവാര തോതിലേക്ക് ഉയർത്താൻ നമുക്ക് സാധിക്കും. അതൊന്നൊരു സങ്കല്പമായിട്ടുള്ള കാര്യമല്ല, യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്ന കാര്യമാണ് എന്ന് തന്നെയാണ് കാണുന്നത്. ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഇതിൽ കൂടി വരികയാണെങ്കിൽ, നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു 60-70 അടുത്തെത്തിയ അത്രയേറെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ജി സുധാകരൻ, പി കെ ശശി, ടി കെ ഗോവിന്ദൻ, ഞങ്ങളുടെ നാട്ടുകാരൻ കൂടിയാണ്, ടി കെ ഗോവിന്ദൻ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ, ഐഷ പൂറ്റി അടക്കമുള്ള നേതാക്കൾ എതിർപക്ഷത്തേക്കുമാണ്. നമുക്ക് മുമ്പ് ഇടതുപക്ഷം ഇങ്ങനൊരു സംഗതിയെ നേരിട്ടിട്ടില്ല. ഇപ്പോൾ പാർലമെൻ്ററി വ്യാമോഹത്തെക്കാൾ സംഘടനാ പ്രവർത്തനത്തിന് പ്രാധാന്യം നൽകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്നൊക്കെയുള്ള തുടർച്ചയായിട്ട് അഭിമാനിക്കാവുന്ന രാഷ്ട്രീയ പക്ഷത്തിന് ഇത് ഏത് തരത്തിലുള്ളൊരു പ്രശ്നമായിട്ടാണ് CM കാണുന്നത്? ഇതൊരു പ്രത്യേക നിലയാണ്. നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന ഒരു പ്രത്യേക രാഷ്ട്രീയ മൂല്യച്യുതി എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ എല്ലാം പരിശോധിച്ചാൽ കാണാൻ കഴിയുക സീറ്റ് കിട്ടണം അധികാരാസക്തിയാണ് എന്ന മോഹത്തിൻ്റെ ഭാഗമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു തരത്തിലുള്ള പാർലമെൻ്ററി വ്യാമോഹമെന്ന് പറയാം അതിന്. പക്ഷേ ഏറ്റവും വലിയ പ്രത്യേകത കാണുന്നുണ്ട് ഈ പറഞ്ഞ കൂട്ടത്തിൽ. ഒരാൾ ആലപ്പുഴയിലാണ്, ജി സുധാകരൻ. അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം പറയുന്നത് വലിയ അവഗണന അദ്ദേഹം നേരിട്ടു എന്നാണ്. പക്ഷേ നമ്മുടെ പാർട്ടിക്കകത്ത് ആർക്കും ആ അവഗണന എന്താണെന്ന് മനസ്സിലാകുന്നില്ല. കാരണം അദ്ദേഹം പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു. പാർട്ടി ഒരു പൊതുവായ നിലപാടെടുത്തു. 75 വയസ്സൊരു പരിധിയായിട്ട് വെച്ചു. ആ 75 വയസ്സിൽ നല്ല ആരോഗ്യത്തോടെ തന്നെ നിൽക്കുന്ന കുറേ ആളുകൾ
പാർട്ടിയുടെ സജീവ പ്രവർത്തനം അവസാനിപ്പിച്ചിട്ടുണ്ട്. അതായത് ഭാരവാഹിത്വം, പിന്നെ കമ്മിറ്റി അംഗത്വം, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. അത് എല്ലാവർക്കും ബാധകമായൊരു കാര്യമാണ്. ആ ബാധകമായ കാര്യം സുധാകരനും ബാധകമാക്കി. പക്ഷേ സുധാകരൻ അത് ബോധ്യപ്പെട്ടില്ല. അതാണ് പ്രശ്നം. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അവഗണനയാണെന്നാണ് പറയുന്നത്. എല്ലാവർക്കും ബാധകമാകുന്ന കാര്യം ബാധകമാക്കി എന്ന് മാത്രമേ അതിനകത്തുള്ളൂ. അത് ബാധകമായതിന് ശേഷം അദ്ദേഹത്തെ അവഗണിച്ചോ? ആലപ്പുഴയിലെ പാർട്ടി അദ്ദേഹത്തെ നല്ല രീതിയിൽ പരിഗണിക്കുകയാണ് ചെയ്തത്. ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഒരു പ്രത്യേക മുറി തന്നെ അദ്ദേഹത്തിന് ഒരുക്കി വെച്ചു. അത് അദ്ദേഹത്തിന് നേരത്തെ ഉപയോഗിച്ചതുപോലെ ഉപയോഗിക്കാൻ വേണ്ടിയാണ്. ഒരു അവഗണനയും ഉണ്ടായില്ല. അദ്ദേഹത്തിന് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാം. മറ്റ് പരിപാടികൾ, പൊതുപരിപാടികൾ വരുമ്പോൾ നേരത്തെ ഉള്ളതുപോലെ തന്നെ എല്ലാ പരിപാടികൾക്കും അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുണ്ട്. ഒരു അവഗണനയുടെ പ്രശ്നവും ഉണ്ടായിട്ടില്ല. അപ്പോൾ അവഗണനയുടെ പ്രശ്നമില്ല എന്നർത്ഥം. പിന്നെ അദ്ദേഹത്തിന് അവിടെ മത്സരിക്കണം എന്ന് തോന്നുകയാണ്. മത്സരിക്കാൻ പാർട്ടി നിശ്ചയിച്ച കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പേരുണ്ടായില്ല. അപ്പോൾ അദ്ദേഹം എതിരാളികളുടെ സഹായം സ്വീകരിക്കുകയാണ്. അങ്ങനെ പാർട്ടി ശത്രുക്കളുടെ കയ്യിലെ കോടാലിയായി മാറുന്ന നിലയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായത്. ഇത് വളരെ വിചിത്രമായൊരു കാര്യമാണ്. ആലപ്പുഴയിലെ പാർട്ടി പുന്നപ്ര വയലാറിൻ്റെ പാരമ്പര്യം ഉൾക്കൊള്ളുന്നൊരു പാർട്ടിയാണ്. ആ പാർട്ടിയുടെ ഒരു പ്രത്യേകത, പാർട്ടിക്കകത്ത് പല പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ ഒരു വ്യതിയാനത്തിൻ്റെ കൂടെയും ആലപ്പുഴയിലെ പാർട്ടി നിന്നിട്ടില്ല. ഉറച്ച നിലപാടാണ് നിന്നത്. അത് അങ്ങേയറ്റം ആവേശകരമായ അനുഭവമാണ്. അത്തരം ഘട്ടങ്ങളിൽ വല്ലാത്ത വീര്യം പ്രകടിപ്പിക്കുന്നൊരു പാർട്ടിയാണ് ആലപ്പുഴയിലെ പാർട്ടി. ഞങ്ങൾക്കൊരാശങ്കയും അവിടെയില്ല. ജി സുധാകരൻ ഇങ്ങനൊരു നിലപാട് സ്വീകരിച്ചത് അദ്ദേഹത്തിന് വന്നൊരു അധപ്പതനമായി അവിടുത്തെ ആളുകൾ കാണുന്നു. അതിൻ്റെ ഭാഗമായി പാർട്ടിക്ക് എന്തെങ്കിലും ഒരു പോറൽ ഏൽക്കുമെന്ന ആശങ്ക ഞങ്ങൾക്കില്ല. ഈ മുതിർന്ന നേതാക്കൾ ഇത്രയേറെ ഇതുള്ള, അല്ലെങ്കിൽ മന്ത്രിയായിരിക്കൊക്കെ ഭയങ്കര പ്രതിച്ഛായ ഉണ്ടാക്കിയ ആളാണല്ലോ. ഇത്തരം നേതാക്കൾ ഇങ്ങനെ ഒരു വ്യതിയാനത്തിലേക്ക് പോകുമ്പോൾ വ്യക്തിഗതമായിട്ടത് ഏതെങ്കിലും തരത്തിൽ വേദനിപ്പിക്കാറൊക്കെ ഉണ്ടോ? ഒരു എതിർപക്ഷത്തേക്ക് പോകുന്നു, എതിർപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടടക്കം മാറുന്ന സാഹചര്യം വരുമ്പോൾ, ഇപ്പോൾ കണ്ണൂരിലാണെങ്കിലും ഏതൊരു നേതാവും ഏതൊരു സഖാവും നേതാവായിട്ടൊക്കെ വരുന്നത് അദ്ദേഹത്തിൻ്റെ കഴിവുണ്ട്. പക്ഷേ പാർട്ടി അതിൻ്റെ കൂടെയുണ്ട്. പാർട്ടി അമ്മയെപ്പോലെയാണ്. ഒരാളെ വളർത്തുന്നതിൽ വലിയ പങ്കാണ് വഹിക്കുന്നത്. നമ്മൾ ഓരോ സഖാവും എല്ലാം തികഞ്ഞയാളായിരിക്കില്ല. അപ്പോൾ അവർക്കുണ്ടാകുന്ന വീഴ്ചകൾ, കുറവുകൾ അതൊക്കെ തിരുത്തി മുന്നോട്ട് നയിക്കുന്ന നിലയാണ് പാർട്ടി സ്വീകരിക്കുക. അതിൻ്റെ ഭാഗമായി നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരുന്നു. വളർന്ന് എത്തേണ്ടടുത്ത് എത്തി പിന്നെ തിരിഞ്ഞ് അമ്മയെ തള്ളിപ്പറയുന്ന നില, പാർട്ടിക്കെതിരായി മാറുന്ന നില, അതാണ് ഇവരിൽ ചിലരുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. അത് സ്വാഭാവികമായും ആരെയും സന്തോഷിപ്പിക്കുന്ന കാര്യമല്ല. ഇങ്ങനൊരു ഗതികേട് വന്നല്ലോ എന്ന് എല്ലാവരും പരിതപിക്കും. പക്ഷേ അതുകൊണ്ട് പാർട്ടിക്ക് എന്തെങ്കിലും വലിയ പോറൽ സംഭവിക്കുമെന്ന് കാണേണ്ടതായിട്ടില്ല. അതിനെല്ലാം നേരിടാനുള്ള കരുത്ത് പാർട്ടിക്കുണ്ട്. അത്തരം ഘട്ടങ്ങളിൽ പാർട്ടി ഏകോപിതമായിട്ട് തന്നെ അതിനെ നേരിടുന്ന നിലപാടാണ് സ്വീകരിക്കുക. അതാണ് കാണേണ്ടത്. കഴിഞ്ഞ 10 വർഷം എടുത്തു കഴിഞ്ഞാൽ ഈ സംഘടനാ പ്രവർത്തനത്തിൻ്റെ തുടർച്ചയിലടക്കം പിണറായി വിജയൻ പാർട്ടിയുടെ ഒറ്റമുഖമാകുന്നു, ഒറ്റ നായകനാകുന്നു, സുപ്രീം ലീഡറാകുന്നു, ഏകാഭിപ്രായമാകുന്നു എന്നുള്ളൊരു വിമർശനം അത് ഇടതുപക്ഷ ചേരിയിൽ നിന്ന് പോയവരുടെ ആണെങ്കിലും പ്രതിപക്ഷത്തിൻ്റേതായിട്ടുണ്ടല്ലോ. അങ്ങനെ ഒരു ഒറ്റ നായകനിലേക്ക് ചുരുങ്ങിയൊരു പാർട്ടി എന്നുള്ളത് അതൊരു വിമർശനമായിട്ട് കൂടി വരുന്ന സാഹചര്യത്തെ ശ്രദ്ധിക്കാറില്ലേ? ആ വിമർശനം എന്തിനാണ്? അത് പാർട്ടിയെ നന്നാക്കാനല്ല, പാർട്ടിയെ തകർക്കുന്നതിന് വേണ്ടി ഉയർത്തുന്ന വിമർശനങ്ങളിലൊന്നാണ്. യഥാർത്ഥത്തിൽ ഈ വിമർശനത്തിലൊരു കഴമ്പുമില്ല. ഞങ്ങളുടെ പാർട്ടി കൂട്ടായ്മയോടെ കാര്യങ്ങൾ ആലോചിക്കുന്നതാണ്. ഞങ്ങൾക്ക് അതിൻ്റേതായ സംവിധാനങ്ങളുണ്ട്.
ആ സംവിധാനത്തിൽ കാര്യങ്ങൾ ആലോചിച്ചാണ് ഓരോ പ്രശ്നവും തീരുമാനിക്കുന്നത്. ആ അനുഭവം എല്ലാ പാർട്ടി സഖാക്കൾക്കും ഉണ്ടല്ലോ. എല്ലാവരും അതിൻ്റെ ഭാഗമായിട്ട് ഭാഗഭാക്കാവുകയാണ്. ഓരോ തലത്തിലാണ് തീരുമാനം വരുന്നത്. അപ്പോൾ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വൺ മാൻ ഷോ ഇല്ല. ആർക്കും പാർട്ടിയുടെ മുന്നിൽ അപ്രമാദിയാകാൻ കഴിയില്ല. പാർട്ടിക്ക് വിധേയരാണ് എല്ലാവരും. ആ നില മാത്രമേ ഞങ്ങൾ പൊതുവെ സ്വീകരിക്കാറുള്ളൂ. പാർട്ടിക്ക് മേലെ എന്ന നില സ്വീകരിക്കുന്ന ഒരു കാര്യവും ഞങ്ങൾ അംഗീകരിച്ചു കൊടുക്കാറുമില്ല. അതൊക്കെ എത്രയോ കാലത്തെ അനുഭവമാണ്. അതേ നില തന്നെ ഇപ്പോഴും തുടരുന്നുള്ളൂ. ഞാൻ ആദ്യം സൂചിപ്പിച്ച ഈ ശ്രീനിയേട്ടൻ്റെ ആയിട്ടുള്ള ഇൻ്റർവ്യൂവിൽ ഞാൻ കണ്ട ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അന്ന് ഭരണം കയ്യിലില്ലാതിരുന്ന ഘട്ടത്തിലായിപ്പോയിട്ടും നാടിൻ്റെ സമൃദ്ധിയെക്കുറിച്ചും നാടിൻ്റെ വികസന കാഴ്ചപ്പാടിനെക്കുറിച്ചും തുടർച്ചയായിട്ട് എല്ലാ ചോദ്യങ്ങൾക്കും അതുകൂടി ചേർത്ത് ഉത്തരം പറയുന്ന ഒരു നേതാവിനെയാണ് കണ്ടിട്ടുള്ളത്. ഒരു 10 വർഷത്തിനപ്പുറമുള്ള ഒരു കേരളം എന്തായിരിക്കണം എന്നുള്ളത്, അത് അങ്ങേക്കൊരു 91 വയസ്സുകൂടിയുള്ള ഘട്ടത്തിലെ കേരളമാണ്. അതെന്തായിരിക്കണം എന്നാണ് സത്യത്തിൽ ആഗ്രഹിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം. അതിലൊരു ഭാഗം കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മുന്നേറ്റം ഉണ്ടാവുക, അതിലൂടെ വലിയ മാറ്റം കേരളത്തിലെ യുവതക്ക് വരിക. അവർ നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരായി മാറുന്നു, നൈപുണ്യം സമ്പാദിച്ചവരാകുന്നു, ഏത് ജോലിക്കും പ്രാപ്തിയുള്ളവരാകുന്നു. ആ ജോലികളെല്ലാം ചെയ്യാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടാവുക, അതിനനുസരിച്ച് ജോലി സാധ്യത വർദ്ധിക്കുക. അതോടൊപ്പം നാടിൻ്റെ എല്ലാ തലങ്ങളിലും അഭിവൃദ്ധി ഉണ്ടാവണം, എല്ലാ മേഖലയിലും അഭിവൃദ്ധി ഉണ്ടാവണം. ഇപ്പോൾ കാർഷിക രംഗത്ത് അഭിവൃദ്ധി ഉണ്ടാവണം, ഫിഷറീസ് രംഗം, നമ്മുടെ നല്ലതുപോലെ മത്സ്യം സമ്പത്തുള്ള നാടാണ് നമ്മുടേത്. പക്ഷെ നമുക്കുള്ളൊരു കുറവ്, നമ്മൾ സംസ്കരിച്ചയക്കുന്നില്ല. മത്സ്യം അതേപോലെ കയറ്റി അയക്കുന്ന രീതിയുള്ളൂ. എന്നാൽ പല രാജ്യങ്ങളും സംസ്കരിക്കുന്നതിൽ പ്രത്യേക പ്രാവീണ്യം കാണിക്കുന്നുണ്ട്. അതും ലോകത്ത് ആവശ്യമുള്ളൊരു കാര്യമാണ്. ആ കാര്യങ്ങളിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. വ്യാവസായിക രംഗത്ത് നമ്മൾ നല്ല മുന്നേറ്റം കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ മുന്നേറ്റം ഇനിയും തുടരേണ്ടതായിട്ടുണ്ട്. എല്ലാവർക്കും നല്ല തൊഴിൽ നൽകാൻ പറ്റുന്ന തരത്തിലുള്ള വ്യവസായങ്ങൾ, റെഡ് കാറ്റഗറി അല്ലാത്ത വ്യവസായങ്ങൾ നമ്മുടെ നാട്ടിൽ നല്ലതുപോലെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ആരോഗ്യരംഗത്ത് നല്ല അഭിവൃദ്ധിയാണ് ഉണ്ടാകുന്നത്. അതിൽ എല്ലാവർക്കും ചികിത്സിക്കാൻ പറ്റുന്ന സംവിധാനം ഉണ്ടാക്കാനാവണം. ഇവിടെ ആരെങ്കിലും കാശില്ലാത്തത് കൊണ്ട് ചികിത്സ മുടങ്ങിപ്പോകുന്ന അവസ്ഥയുണ്ടാകരുത്. എല്ലാവർക്കും ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്താനാകണം. ഇങ്ങനെയെല്ലാമുള്ള ഒരു കേരളമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. എല്ലാവരുടെയും ജീവിത നിലവാരം ഉയരണം. അതാണ് നവകേരളത്തിൻ്റെ ഏറ്റവും പ്രധാന മുദ്രാവാക്യം. ജീവിത നിലവാര തോത് ഉയർത്തുക, അതെല്ലാവരുടേതും ഉയരുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ട് കാണുന്നത്. അവസാന ചോദ്യമായിട്ട്, ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരാൾ ഒരു നേതാവിനെ കുറിച്ച് പറയുന്ന സമയത്ത് അതിൻ്റെ ഒരു വൈകാരിക വായ്പായി മാറിയൊരു സാധനമാണ് പിണറായി എന്നതുകൂടി. ഇപ്പോൾ ഞാൻ എൻ്റെ +2 കാലത്ത് കല്യാശ്ശേരി പള്ളിയിലാണ് പഠിച്ചത്. അപ്പോൾ നമുക്ക് എല്ലാ വീക്കെൻഡിലും EK നായനാരെ കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ അന്ന് +2കാർ കുട്ടികളായിട്ട് ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്നു, ഈ കല്യാശ്ശേരിയിലേക്ക് വരുമ്പോഴുള്ള ഒരു വൈകാരികത, ആ നാടിനോടുള്ളൊരു സംഗതി, കണ്ണൂരും പിണറായിയും അത് ഏതെങ്കിലും നിലത്ത് അങ്ങനെ ഒരു വ്യക്തിഗതമായിട്ട് വൈകാരികമായിട്ട് അങ്ങനെ ചേർന്ന് നിൽക്കുന്ന ഒന്നായിട്ട് ഉണ്ടോ? അത് ഏതൊരാൾക്കും ഉണ്ടാകുന്നൊരു കാര്യമാണ്. നമ്മൾ ഏതൊരാളും അദ്ദേഹത്തിൻ്റെ നാടുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട് വലിയൊരു വികാര വായ്പോടെ കാണുമല്ലോ. പക്ഷേ കാലം കഴിയുമ്പോൾ മാറ്റങ്ങൾ വരും. ആ മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങളെ ചിലപ്പോൾ അറിയാത്ത ഒരു പുതിയ സെറ്റ് നാട്ടിലുണ്ടായിട്ടുണ്ടാവും. എന്നാലും നമുക്ക് നാടിനോട് നല്ല താല്പര്യം സ്വാഭാവികമായിട്ടുണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. ആ ധാരണ, അങ്ങനെയൊരു ധാരണയാണ് എനിക്കുള്ളത്. ഏതായാലും എനിക്കതുണ്ട്. താങ്ക് യു.